ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിസിപ്ലിൻ ആണ്. എന്താണ് ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ റെഫേഴ്സ് ടു ദ പ്രസൻസ് ഓഫ് ഓർഡർലിനെസ് ഇൻ എനി പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി. ഒരു പ്രത്യേക ഫീൽഡില് ക്രമത്തിന്റെ പ്രസൻസിനെയാണ് എന്ത് പറയാ, ഡിസിപ്ലിൻ എന്ന് പറയാം. അപ്പൊ ഒരു ആക്ടിവിറ്റി എടുക്കുക, ഒരു പ്രത്യേക ആക്ടിവിറ്റി എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ നല്ല ക്രമമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അതിനൊക്കെ എന്ത് പറയാ, ഡിസിപ്ലിൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഓപ്പോസ് ഓഫ് കൺഫ്യൂഷൻ, ഇറഗുലാരിറ്റി ആൻഡ് ഡിസോർഡർ ഇൻ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ആക്ഷൻ. അതുപോലെ ഹ്യൂമൻ ബിഹേവിയറും ഹ്യൂമൻ ആക്ഷനൊക്കെ അല്ലേ, അതിൽ വരുന്ന കൺഫ്യൂഷൻസ്, അതുപോലെ ഇറഗുലാരിറ്റി, അതുപോലെ ഡിസോർഡർ ഒക്കെ, ഇതൊക്കെയാണ് ഈ ഒരു ഡിസിപ്ലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങള്. അപ്പോ ഡിസിപ്ലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരുവിധ കൺഫ്യൂഷൻ ഉണ്ടാകില്ല, അതുപോലെ കാര്യങ്ങളൊക്കെ റെഗുലർ ആയിരിക്കും, അതുപോലെ ഹ്യൂമൻ ബിഹേവിയറിലും ആക്ഷനിലൊന്നും ഡിസോർഡർ ആയിരിക്കില്ല, വളരെ കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും അറിയും. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ഡിസോർഡർ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. Poor discipline refers to the failure of individuals to observe the rules established by the organization. അതായത് ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോ ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ഇൻഡിവിജ്വല് ഒബ്സർവ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ എന്താണ് അത് പാലിക്കുന്നതിൽ ഫെയിലർ വരുത്തുമ്പോഴാണ് ശരിക്കും എന്ത് സംഭവിക്കുക, ഇൻഡിസിപ്ലിൻ ആയിട്ട് വരിക അല്ലെ. അതായത് പുവർ ഡിസിപ്ലിൻ വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ഥാപനത്തിലെ എംപ്ലോയീസ് അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേഷൻ വരുത്തുമ്പോഴാണ് അവിടെ പുവർ ഡിസിപ്ലിൻ വരിക, അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ രൂപപ്പെടുക. ഇനി എന്താണ്, ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് ദ റണ്ണിങ് ഓഫ് ആൻ എന്റർപ്രൈസ്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു സ്ഥാപനം റണ്ണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവിടെ നല്ലൊരു സ്മൂത്ത് ആയിട്ട് റണ്ണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നല്ലൊരു ഡിസിപ്ലിൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇനി എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ നോക്കാം. ഡിസിപ്ലിനറി ആക്ഷൻ റെഫേഴ്സ് ടു ടേക്കിംഗ് ആക്ഷൻ അഗെയിൻസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ who departs from the devised code of conduct observed in the unit. അതായത് ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനം, അവിടെ വളരെ ആസൂത്രിതമായിട്ട് എന്തുണ്ടാവും, നിയമാവലി ഉണ്ടാവും. അതായത് ഒരു സ്ഥാപനത്തിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെയുള്ള എംപ്ലോയീസ് എന്താണ്, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നതിൽ നിന്നും വ്യതിചലിക്കുന്നതിനെതിരെ എടുക്കുന്ന ആക്ഷൻസിനെ പറയുന്ന പേരാണ് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതായത് സ്ഥാപനത്തിൽ എന്തുണ്ട്, ഒരു കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓർഡർ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ റൂൾസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെയുള്ള എല്ലാ എംപ്ലോയീസും ഉണ്ടാവും, അതനുസരിച്ച് വേണം സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാന്. അങ്ങനെ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു എംപ്ലോയീസ് എന്താണ്, അതിൽ നിന്ന് വ്യതിചലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് വേണം, ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും. ആ ആക്ഷനെ പറയുന്ന പേരാണ് ഡിസിപ്ലിനറി ആക്ഷൻ. ഓക്കെ, ഇനി നോക്കാനുള്ളത് അപ്രോച്ചസ് ടു ഡിസിപ്ലിൻ. ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള അപ്രോച്ചുകളാണ്. പ്രധാനമായിട്ട് രണ്ട് അപ്രോച്ചാണുള്ളത്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച്, രണ്ടാമത്തത് പോസിറ്റീവ് അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ചിനെ നെഗറ്റീവ് അപ്രോച്ച് എന്ന് പറയും, അതുപോലെ പോസിറ്റീവ് അപ്രോച്ചും. ഇനി നമുക്ക് ട്രഡീഷണൽ അപ്രോച്ച് നോക്കാം. നെഗറ്റീവ് അപ്രോച്ച് ആണ്. അതായത് നെഗറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എംപ്ലോയീസിന് എന്താണ്, വളരെയധികം ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുത്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യണത്, ഇവിടെ ഡിസിപ്ലിന് സ്ഥാപനത്തിൽ നിലനിർത്തുന്നത്. അപ്പൊ ഇവിടെ പെനാൽറ്റീസോ അല്ലെങ്കിൽ പണിഷ്മെന്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ്, അങ്ങനെ എംപ്ലോയീസിനെ പണിഷ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ എന്താണ് പെനാൽറ്റി കിട്ടും എന്ന് ഫോഴ്സ് ചെയ്തുകൊണ്ട് എന്താണ് സ്ഥാപനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബേ ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ചിൽ ഇൻവോൾവ് ചെയ്യുന്ന ടെക്നിക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫൈന്, അതായത് എന്തെങ്കിലും നമ്മളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും. അതുപോലെ എന്തെങ്കിലും ശാസന കൊടുക്കുക, അല്ലെങ്കിൽ ഡിമോട്ട് ചെയ്യുക, ലേ ഓഫ്, ട്രാൻസ്ഫർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമതാണ് പോസിറ്റീവ് അപ്രോച്ച്. ഇവിടെ സ്ഥാപനത്തിൽ എന്താണ്, നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. അതായത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊക്കെ എന്ത് ചെയ്യുക, നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്ഥാപനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, സ്ഥാപനത്തിൽ എംപ്ലോയീസ് ഒക്കെ എന്ത് ചെയ്യും, നല്ല ആത്മാർത്ഥതയിൽ കൂടി എന്ത് ചെയ്യും, സ്ഥാപനത്തിന്റെ എല്ലാ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു കോർഡിയൽ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുക, സ്ഥാപനത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി സ്ഥാപനത്തിലെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, അവർ സ്വാഭാവികമായിട്ടും സ്വന്തം അവരെന്ത് ചെയ്യാൻ ചെയ്യും, അത് ഫോളോ ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവാർഡ് കൊടുക്കുക, എഫക്റ്റീവ് ലീഡർഷിപ്പ്, 2-way കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോ അവർ നല്ല രീതിയിൽ എന്താണ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ റിവാർഡ് കൊടുക്കുക. അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്ഥാപനത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എല്ലാ എംപ്ലോയീസും എന്ത് ചെയ്യും,
അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അതുപോലെ 2-way കമ്മ്യൂണിക്കേഷൻ, അതായത് അങ്ങോട്ട് ഒരു ഗൈഡ് ലൈൻസും അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കുക മാത്രമല്ല, തിരിച്ച് എംപ്ലോയീസിന് എന്തെങ്കിലും അവർക്ക് പരിഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ സൂപ്പർവൈസറെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പോസിറ്റീവ് ഡിസിപ്ലിന് സ്ഥാപനത്തിൽ ഉണ്ടാവുന്നതാണ്. ഇത് കൂടാതെ ഈ ഒരു 2 കൂടാതെ 5 അപ്രോച്ചസ് കൂടി ഉണ്ട്. ഏതൊക്കെ നോക്കാം. 1 ജുഡീഷ്യൽ അപ്രോച്ച്, 2 ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, 3 ഹ്യൂമൻ റിസോഴ്സസ് അപ്രോച്ച്, 4 ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച്, 5 ലീഡർഷിപ്പ് അപ്രോച്ച്. എന്താണ് ജുഡീഷ്യൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജുഡീഷ്യൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിഡൻസിന്റെ ഒക്കെ എന്താണ് കെയർഫുള്ളി വെയിറ്റ് ചെയ്യണം. എവിഡൻസ് ഒക്കെ എന്താണ് കെയർഫുള്ളി വെയിറ്റ് ചെയ്യാം. അതായത് ഇപ്പോ ഒരു ഒഫൻസ് നടന്ന പർട്ടിക്കുലർ സിറ്റുവേഷന് എന്ത് ചെയ്യാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ട് അതിൽ എവിഡൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ കെയർഫുള്ളി നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ എന്താ ഡിസിപ്ലിനറി പ്രൊസീജിയർ കാര്യങ്ങൾ എന്തുണ്ടാവും മുൻകൂട്ടി നമ്മൾ എടുത്തിട്ടുണ്ടാകും. അതായത് എങ്ങനെ ആയിരിക്കും ആ ഒരു ഡിസിപ്ലിനറി, എന്ത് ഒഫൻസ് നടന്നു കഴിഞ്ഞാലും എന്താണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഒഫൻഡർക്ക്, അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസിപ്ലിനറി എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ പ്രശ്നം ചെയ്ത ഒരാള്, ആ ഒഫൻഡർ അവര് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അവരുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ എക്സ്പ്രസ് ചെയ്യാനൊക്കെ അവസരം ഉണ്ടാകും. അതുപോലെ അവർക്ക് എന്താണ് ഒരു ദയ തോന്നാൻ വേണ്ടിയിട്ടൊക്കെ അഭ്യർത്ഥിക്കാനൊക്കെ പറ്റുന്നതാണ്. അതാണ് ജുഡീഷ്യൽ അപ്രോച്ച്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും ഒരു വാദം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വയം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു കോടതി മാതിരി തന്നെയാണ്, പക്ഷെ അവിടെ വക്കീലുണ്ട്, ഇവിടെ വക്കീൽ ഉണ്ടാവില്ല. അവിടെ എന്ത് ചെയ്യാം, സ്വയം എന്ത് ചെയ്യാവുന്നതാണ്, സ്വയം അഭ്യർത്ഥിക്കുക, ഞാൻ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഈ തെറ്റ് സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിസിപ്ലിൻ ഓഫീസറോട് നമുക്ക് അഭ്യർത്ഥിക്കാവുന്നതാണ്. ഓക്കെ, അടുത്താണ് രണ്ടാമത്തെ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ഇവിടെ ഒഫൻഡർ എന്താണ് ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് എന്തെല്ലാം ഒഫൻഡർ എന്താണ് എക്സാമിൻ ചെയ്യുന്നതിന്റെ ബേസ് ഹ്യൂമിറ്റേറിയൻ ഗ്രൗണ്ട് ബേസിലാണ് എക്സാമിൻ ചെയ്യുന്നത്. അതായത് ഇപ്പോ എന്താണ് ഈ ഒരു വയലേഷൻ നടക്കാനുള്ള റീസൺ എന്താന്നുള്ള കാര്യം എന്ത് ചെയ്യും, അന്വേഷിക്കും. അപ്പോ സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, ചില സമയങ്ങളിൽ റൂളൊക്കെ വയലേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്തെങ്കിലും സഫീഷ്യന്റ് ആയിട്ടുള്ള റീസൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ പരിഗണന കൊടുക്കും, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, പ്രോപ്പറായുള്ള അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ള കൺസിഡറേഷൻ വെച്ചുകൊണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്താണ് ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്. ഇവിടെ എന്താണ് എല്ലാ എംപ്ലോയീസിനൊക്കെ എന്താണ് ഹ്യൂമൻ സ്ഥാപനത്തിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എംപ്ലോയീസിന് വേണ്ട രീതിയിൽ അവരുടെ എല്ലാ ഇതുപോലെ ആക്ഷൻസും അതുപോലെ ബിഹേവിയർ ഒക്കെ എന്താണ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട രീതിയിൽ എന്ത് ചെയ്യുക, ട്രെയിനിങ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും സ്ഥാപനത്തിൽ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, വേണ്ട രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നേരെ മറിച്ച് എംപ്ലോയീസിന് എന്തില്ല, സ്ഥാപനത്തെ പിരിച്ചുവിടല്ലേ വേണ്ടത്. അപ്പോൾ അവര് വന്ന സാഹചര്യം എന്ന് പറഞ്ഞാല് അവര് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. അത് എന്തൊക്കെയാണ് സ്ഥാപനത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുന്ന ട്രെയിനിങ് സെക്ഷൻ വേണം. അതുപോലെ എന്തെങ്കിലും ബൈ ചാൻസ് ഏതെങ്കിലും എംപ്ലോയീസ് ഒരു ഇൻഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ശാസന കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് വേണ്ട രീതിയിൽ എന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നല്ല രീതിയിലോട്ട് അവരെ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അടുത്താണ് ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച്. അതായത് അപ്പൊ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സ്ഥാപന ഓർഗനൈസേഷൻ ഒരു മൊത്തം ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു മെമ്പർ ആയിരിക്കും മാനേജർ. ഈ മാനേജർ ആയിരിക്കും എന്ത്, ഈ ഡിസിപ്ലിൻ ഓഫീസറുടെ ചുമതല ഉണ്ടായിരിക്കുക. അപ്പൊ ആ മാനേജർ കൊടുക്കുന്ന ഡിസിപ്ലിൻ കാര്യങ്ങൾ ആ ഗ്രൂപ്പ് എന്ത് ചെയ്യും, മൊത്തം ഫോളോ ചെയ്യും. നല്ല രീതിയിൽ മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളും എന്ത് ചെയ്യും, നല്ല രീതിയിൽ അത് ഫോളോ ചെയ്തു പോകും. അപ്പൊ ഒരു ഗ്രൂപ്പിന്റെ സക്സസ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ അംഗങ്ങളും ഒരേ രീതിയിൽ ആ ഗ്രൂപ്പിന്റെ നോംസ് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ ഗ്രൂപ്പ് സക്സസ് ആവുകയുള്ളൂ. അതാണ് ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച്. അടുത്താണ് ലീഡർഷിപ്പ് അപ്രോച്ച്. അതുപോലെ മാനേജർ എന്ത് ചെയ്യും, സ്ഥാപനത്തിൽ ലീഡറായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ ഈ ഒരു ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതും ഈ ഒരു മാനേജർ ആയിരിക്കും. അപ്പോ എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, ഈ ഒരു മാനേജറെ കൺട്രോൾ ആയിരിക്കും വരിക. ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാനേജറെ കൺട്രോളായി വരിക. അയാൾ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിന്റെ പ്രൊസീജിയർ ആയാലും അല്ലെങ്കിൽ
എൻക്വയറി ആരൊക്കെ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ലീഡർഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു നല്ലൊരു സ്ട്രിക്റ്റ് ലീഡർഷിപ്പ് ഒക്കെ സ്ഥാപനത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ലൊരു ഡിസിപ്ലിൻ സിസ്റ്റം തന്നെ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ 5 അപ്രോച്ചസ് ആണ് ഉള്ളത്. ഒന്ന് ജുഡീഷ്യൽ അപ്രോച്ച്, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്, ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച്, ലീഡർഷിപ്പ് അപ്രോച്ച്. ഓക്കെ, ഇനി എന്താണ് കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും, വെൽ എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. അപ്പോ ഇപ്പൊ ഒരു വ്യക്തി എന്തെങ്കിലും ഇൻഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ എങ്ങനെ ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ എന്താണ് എന്നുള്ള കാര്യം വെൽ ഡിഫൈൻ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ തന്നെയാണ് എന്ത് കോഡ് ഓഫ് ഡിസിപ്ലിൻ. അപ്പൊ ഇത് റൂൾസ് എന്ന് പറയുമ്പോൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ എന്താണ് ഡിസിപ്ലിനറി മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുമ്പോൾ അത് ഫെയർ ആയിരിക്കണം, ക്ലിയർലി റിട്ടൺ ആയിരിക്കണം, അതുപോലെ റിഫ്ലക്ട് ദ നീഡ് ഓഫ് ഓർഗനൈസേഷന്റെ നീഡിനനുസരിച്ചായിരിക്കണം തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ നോക്കാം. ഈ കോഡ് ഓഫ് ഡിസിപ്ലിൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ നോക്കാം. ഒന്ന്, ഇറ്റ് ഹെൽപ്പ് ദ വർക്ക് ഫോഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ മാനേജ്മെന്റ് എക്സ്പെക്ട് ഓഫ് ദം. അതുപോലെ ഇത് വർക്ക്, അതായത് എംപ്ലോയീസിന് ചില കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് കാര്യം, മാനേജ്മെന്റ് എംപ്ലോയീസിൽ നിന്നും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നത് കാര്യം എംപ്ലോയീസിന് മനസ്സിലാക്കാൻ ഈ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് കൊണ്ട് കഴിയും. അതുപോലെ ഇറ്റ് ഹെൽപ്പ് ടു കണ്ടെയ്ൻ ആൻഡ് റീസോൾവ് ഇഷ്യൂസ്. അതുപോലെ എന്തൊക്കെയാണ് ഇഷ്യൂസ്, അത് എങ്ങനെ റീസോൾവ് ചെയ്യാം എന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എംപ്ലോയീസിന് കഴിയും. അതുപോലെ അടുത്താണ് ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് പൊട്ടൻഷ്യൽ എംപ്ലോയ്മെന്റ് ട്രൈബ്യൂണൽ കംപ്ലൈന്റ്. അതായത് സ്ഥാപനത്തിന് പുറത്തേക്ക് കംപ്ലൈന്റ് പോയിട്ട്, അതായത് കോടതിയിലൊക്കെ പോകുന്ന കംപ്ലൈന്റ് അത് അവോയ്ഡ് ചെയ്യാൻ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഈ സിസ്റ്റം കൊണ്ട് കഴിയുന്നതാണ്. നേരെ മറിച്ച് സ്ഥാപനത്തിൽ നടന്നൊരു പ്രശ്നം പുറത്തു പോയിട്ട് സെറ്റിൽ ചെയ്യാൻ അറിയുമ്പോൾ അതിന് ഒരുപാട് ഡിഫിക്കൽട്ടി കാര്യങ്ങൾ ഉണ്ടാകും. അത് സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു നല്ലൊരു ഡിസിപ്ലിൻ സിസ്റ്റം സ്ഥാപനത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പരിധിവരെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ സെറ്റിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ ഈ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, ഡിസിപ്ലിന് റൂൾ ഓഫ് ഡിസിപ്ലിൻ എന്ത് ചെയ്യണം, എംപ്ലോയീസുമായിട്ട് മുൻകൂട്ടി എന്ത് ചെയ്യണം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എല്ലാവരും ഈ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയും എന്നുള്ള കാര്യം മാനേജ്മെന്റ് എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫീൽഡിലൊക്കെ എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കൽ അനിവാര്യമാണ്.